പ്രീതികര സുഹൃത്തുക്കളെ, ഏവർക്കും PSC കോൺസ്റ്റിറ്റ്യൂഷൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. ഇന്ന് PSCയുടെ മറ്റൊരു ട്രെൻഡിങ് ചോദ്യം നമ്മൾ പഠിക്കാൻ പോവാണ്. PSC റീസെൻ്റായി കുറേ തവണ ആവർത്തിച്ച ഒരു ചോദ്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഷകൾ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? റീസെൻ്റായി ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. അതേക്കുറിച്ച് നമുക്ക് ആധികാരികമായി പഠിച്ചാലോ? ഞാൻ ആദ്യം ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞതിന് ശേഷം സ്ലൈഡ് ഇട്ട് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, യെസ്, എങ്കിലും നമുക്ക് തലയിൽ ഇരിക്കത്തുള്ളൂ. യെസ്. അപ്പോൾ ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ പാർട്ടിലാണ് പരാമർശിക്കുക? 17ാമത്തെ പാർട്ടിലാണ് പരാമർശിക്കുക. 17ാമത്തെ പാർട്ട് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇന്ത്യയുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകളാണ് ആലേഖനം ചെയ്തിരിക്കുക? ആ ടേബിളിനകത്ത് 15 വെളിയിൽ ഹിന്ദിയും ഇംഗ്ലീഷും അങ്ങനെ രണ്ട് ചേർത്ത് എത്ര ഉണ്ട്? 17. ആ നമ്പർ മാത്രം ഓർമ്മിച്ചാൽ മതി. ഓക്കെ, 17 അല്ലെ? യെസ്. അപ്പോൾ ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പരാമർശിക്കുന്ന പാർട്ട് എത്രയാ? 17. വകുപ്പ് 343 മുതൽ 351 വരെ പരാമർശിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ്? 8ാമത്തെ പട്ടികയിൽ. അതായത് ഈ ഭാഷകളൊക്കെ എവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ? 8ാമത്തെ പട്ടികയിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ഔദ്യോഗിക ഭാഷകളാണ് ഉണ്ടായിരുന്നേ? 14 ഔദ്യോഗിക ഭാഷകളാണ് ഉണ്ടായിരുന്നത്. ആ 14 ഔദ്യോഗിക ഭാഷകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 14 സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുക. അപ്പൊ നമ്മൾ പറയും ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാ? 14. നിലവിൽ എത്ര എണ്ണം ഉണ്ട്? 22 എണ്ണം ഉണ്ടല്ലേ? അപ്പൊ എത്ര എണ്ണം കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെട്ടു? 8 എണ്ണം കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പൊ നമുക്ക് സംശയം വരും, സാർ 8 ഭരണഘടനാ ഭേദഗതി പഠിക്കണോ? വേണ്ടാന്നേ. ഈ 8 ഭാഷകൾ കൂട്ടിച്ചേർത്തത് 3 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആ 3 ഭരണഘടനാ ഭേദഗതിയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മാർക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? നോക്കിയേ, 1967 21ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിന്ധി ഭാഷയെ എന്ത് ചെയ്തു? 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. 1967 21ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിന്ധി ഭാഷയെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ക്ലിയർ അല്ലേ? ഇനി 1992 71ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര എണ്ണം കൂട്ടിച്ചേർത്തു? 3 ഭാഷകൾ. കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി. എന്തൊക്കെയാ? കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ 3 ഭാഷകൾ കൂട്ടിച്ചേർത്തു. 1992 71ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ 3 ഭാഷകൾ കൂട്ടിച്ചേർത്തു. ഓക്കെ, അതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കും. ഈ നേപ്പാളി എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ ഭാഷയാ? നേപ്പാൾ അല്ലേ? യെസ്. അതോടെ നമ്മൾ പറയും ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളായ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒരേ ഒരു വിദേശ ഭാഷ മാത്രമേ ഉള്ളൂ. ഏതാണ്? നേപ്പാളി. ഒരേ ഒരു വിദേശ ഭാഷ മാത്രമേ ഉള്ളൂ. ഏതാണ്? നേപ്പാളി. ഓക്കെ അല്ലേ? ഗുഡ്. അപ്പോൾ 1992 71ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 3 ഭാഷകൾ ഏതൊക്കെ? കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി. അതിൽ നേപ്പാളി വിദേശ ഭാഷയാണ് അല്ലെ? 1967 21ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് ചെയ്തു? സിന്ധി കൂട്ടിച്ചേർത്തു. അപ്പൊ 4 ഭാഷകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞേ. ഇനി അവസാനമായിട്ടാ 2003 92ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 92ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി. ഇതൊക്കെ ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി എന്നീ 4 ഭാഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. 2003 92ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അതോടുകൂടി ഔദ്യോഗിക ഭാഷകൾ എത്രയായിട്ട് മാറി? 22 മാറി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 14 ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2003 ആയപ്പോൾ അത് എത്രയായിട്ട് മാറി? 22 മാറി. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഫ്യൂച്ചറിൽ ചേഞ്ച് വന്നാൽ നമ്മൾ അപ്പോൾ അത് കൂട്ടിച്ചേർക്കും. ഓക്കെ, അപ്പോൾ 2003 92ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏതൊക്കെ ഭാഷകളാ? ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഷകൾ നമ്മളൊന്ന് പഠിക്കുന്നേ അല്ലേ? സ്ലൈഡ് കാണിക്കട്ടെ. യെസ്, സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് സ്ലൈഡ് കാണിക്കാം. നോക്കാം. യെസ്, ഔദ്യോഗിക ഭാഷകൾ പരാമർശിക്കുന്ന പാർട്ട് 17. വകുപ്പ് 343 മുതൽ 351 വരെ പരാമർശിക്കുന്നത് 8ാമത്തെ പട്ടികയിലാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഔദ്യോഗിക ഭാഷകൾ കേവലം 14 ആയിരുന്നു. നിലവിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 ആണ്. അപ്പോൾ 8 എണ്ണമാണ് അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്.
8 കൂട്ടിച്ചേർത്തത് എത്ര ഭരണഘടനാ ഭേദഗതിയിലൂടെ? 3 ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ലേ? 1967 21 ഭരണഘടനാ ഭേദഗതിയിലൂടെ സിന്ധി ഭാഷ കൂട്ടിച്ചേർത്തു. 1992 71 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നിവ കൂട്ടിച്ചേർത്തു. 8ാം പട്ടികയിൽ ഒരേ ഒരു വിദേശ ഭാഷ മാത്രമേ ഉള്ളൂ. ഏതാണ്? നേപ്പാളിയാണ്. 2003 92ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഏതൊക്കെ? ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, നമ്മൾ സെറ്റായി. ഇനി ഈ ചോദ്യം ആവർത്തിച്ച് നമുക്ക് മാർക്ക് പോവില്ല. യെസ്, സിമ്പിൾ. ഔദ്യോഗിക ഭാഷകൾ പാർട്ട് 17 പരാമർശിക്കുക. വകുപ്പ് 343 മുതൽ 351 വരെ. പരാമർശിക്കുന്ന പട്ടിക 8. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഔദ്യോഗിക ഭാഷകൾ 14, നിലവിലെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണ്? 22 ആണ്. 1967 21ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് കൂട്ടിച്ചേർത്തു? സിന്ധി എന്ന ഭാഷ കൂട്ടിച്ചേർത്തു. 1992 71ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നിവ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയിലെ ഔദ്യോഗിക ഭാഷകൾ അഥവാ 8ാം പട്ടികയിലെ ഔദ്യോഗിക ഭാഷകളിൽ ഒരേ ഒരു വിദേശ ഭാഷ, അതേതാണ്? നേപ്പാളിയാണ്. 2003 92ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏത് കൂട്ടിച്ചേർത്തു? ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി എന്നിവ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ 17ാമത്തെ പാർട്ടിൽ, ഇന്ത്യൻ ഭരണഘടനയിലെ 17ാമത്തെ പാർട്ടിലെ 22 ഭാഷകളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഷകൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് എന്ത് പഠിക്കണം? സ്വാഭാവികമായിട്ട് ഈ ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട മറ്റ് കുറച്ച് കാര്യങ്ങളിലൂടെ ബാക്കിയുണ്ട്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 14 ഭാഷകളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. ഇനി 343ാമത്തെ വകുപ്പ് തൊട്ട് 351ാമത്തെ വകുപ്പിന് പറയുന്നുണ്ട് അല്ലേ? അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിച്ചുറപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട പ്രധാന വകുപ്പുകൾ അത് റീസെൻ്റായി ചോദിച്ചിട്ടുണ്ട്. 350-51 വകുപ്പിൻ്റെ പ്രാധാന്യം എന്ത്, 348ാമത്തെ വകുപ്പിൻ്റെ പ്രാധാന്യം എന്തെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നമുക്ക് വകുപ്പ് അവിടെ പഠിക്കണം. മനസ്സിലായോ? ഇനി നിലവിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ് എന്ന് പരാമർശിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? യെസ്, അവിടെയുണ്ട് ഭാഷാ കമ്മീഷൻ. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. നിലവിൽ ഈ ഔദ്യോഗിക ഭാഷ കൂടാതെ ക്ലാസിക്കൽ ഭാഷകളുണ്ടല്ലേ, അത് നമുക്ക് പഠിച്ചുറപ്പിക്കാം. അപ്പോൾ നിലവിൽ ഇന്ന് നമ്മൾ പഠിച്ച കൂട്ടിച്ചേർക്കപ്പെട്ട 8 ഭാഷകൾ ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണെന്ന് നിങ്ങൾ പഠിച്ചുറപ്പിക്കണം. ഏതൊക്കെ? ഒന്നുകൂടെ ഞാൻ പറയാം. 1967 21ാം ഭരണഘടനാ ഭേദഗതിയിൽ സിന്ധി, 1992 71ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി, 2003 92ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി. ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചിട്ട് വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്വസ്റ്റ്യൻസ്, ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ബൈ.